രാവിലെ ഈ മണപ്പുള്ളിക്കാവിലെ ക്ഷേത്രത്തിന്റെ ദർശനത്തിന് വേണ്ടിയിട്ടാണ് സാർ. എൻ്റെ രാവിലെ ഒരു 5 മണിക്ക് തുടങ്ങി. ഞാൻ 5 മണിക്ക് പച്ചക്കറി മാർക്കറ്റിലൊക്കെ ഒന്ന് പോയി, പിന്നെ അവിടെ നിന്ന് നടക്കുന്നവരെയൊക്കെ ഒന്ന് കണ്ട്, മേപ്പറമ്പ് പള്ളിയിലെ സുബഹി നിസ്കാരം കഴിഞ്ഞിറങ്ങുന്ന ഉപ്പമാരെയും ചെറുപ്പക്കാരെയൊക്കെ ഒന്ന് കണ്ടു. അത് കഴിഞ്ഞ് വീണ്ടും കോട്ടയുടെ പരിസരത്തെത്തി. 6:30 ഇവിടെ വരാമെന്ന് പറഞ്ഞിരുന്നത്, അപ്പോൾ 6:30 ഇവിടെ വരാൻ പറ്റി. ഇവിടെ നിന്ന് ഇനി 7 മണിക്ക് തന്നെ ട്രൂ ലൈൻ പബ്ലിക് സ്കൂൾ ബൂത്ത് നമ്പർ 88 തൊട്ടടുത്ത് തന്നെയാണത്, അവിടെയാണ് വോട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ കോട്ടയിൽ ക്ഷേത്രവും പിന്നെ നമ്മുടെ കൽപ്പാത്തി, പിന്നെ പറ്റാവുന്ന അത്രയും ബൂത്തുകൾ, പറ്റുമെങ്കിൽ 180 ബൂത്തുകളും കവർ ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്. അതിനനുസരിച്ച് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. ഈ പോളിംഗിന് ഇനി 20 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. എങ്ങനെയാണ് അവസാന ഘട്ടത്തിലെ പ്രതീക്ഷ, ആവേശം? 26 മിനിറ്റ് ഉണ്ട്. അത് ആ 26 മിനിറ്റിൽ ജനങ്ങളുടെ മനസ്സിനെ സ്വാധീനിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പ്രത്യേകിച്ച് അവസാനത്തെ 2-3 ദിവസങ്ങളിൽ ജനങ്ങളെ ഏതൊരു തരത്തിലും അവരുടെ തീരുമാനങ്ങളെ അട്ടിമറിക്കാനൊന്നും ഒരാൾക്കും സാധ്യമല്ല. ഇത്തവണത്തെ പാലക്കാടിൻ്റെ ജനാധിപത്യ ബോധം, മതേതര കാഴ്ചപ്പാടൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷങ്ങൾ പറഞ്ഞ് ജനങ്ങളുടെ വോട്ടുകളെ തിരിച്ചിരുന്നതൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. ജനങ്ങൾ കൂട്ടത്തോടെ അറിഞ്ഞ് ചെയ്യുന്ന വോട്ടായി ഇത്തവണത്തെ വോട്ട് മാറും. അത് നിങ്ങൾക്ക് വോട്ടർമാരുടെ മുഖഭാവങ്ങളിൽ നിന്ന് മനസ്സിലാവും. ഞാൻ അതിൻ്റെ ഒരു ടെക്നിക്കാലിറ്റിയും കൂടി പറയാം. സാധാരണ എവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും ഒരു 3% മുതൽ 5% വരെ പോളിംഗ് ശതമാനം കുറയേണ്ടതാണ്. അതിൻ്റെ ടെക്നിക്കാലിറ്റി നിങ്ങൾക്കറിയാം. ഇവിടെയുള്ളവർ മറ്റ് സ്ഥലങ്ങളിൽ ജോലിയുള്ളവരുണ്ടാകും, മറ്റ് സാഹചര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷേ ആ 3 മുതൽ 5% വരെയുള്ള ആ താഴ്ചയെ മറികടന്നുകൊണ്ട് വോട്ടിൻ്റെ ശതമാനത്തിൽ കഴിഞ്ഞ തവണത്തെ അതേ ശതമാനം നിലനിർത്തുകയെങ്കിലും ചെയ്യുന്നൊരു തിരഞ്ഞെടുപ്പായിരിക്കും. വോട്ടിൻ്റെ എണ്ണത്തിൽ, ടോട്ടൽ പോൾ ചെയ്ത വോട്ടിൻ്റെ എണ്ണത്തിൽ കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒരു 100 വോട്ടെങ്കിലും കൂടുതലുണ്ടാകും. ഞാനിപ്പോഴും പ്രതീക്ഷിക്കുന്നത് 1.5 ലക്ഷത്തിലേറെ സമ്മതിദായകർ വളരെ കൃത്യമായി വോട്ട് രേഖപ്പെടുത്തും എന്ന് തന്നെയാണ്. 1,95,000 തൊട്ട് താഴെയുള്ളതിൽ 1,50,000 മുകളിൽ വോട്ട് പോൾ ചെയ്യപ്പെടും എന്നുള്ളതാണ് ജനങ്ങളുടെ പ്രതീക്ഷയിൽ നിന്ന്. വിളി വന്നവരൊക്കെ, വണ്ടി പിടിച്ച് വന്നവർ, ഇന്നലെ രാവിലെ ഉച്ചയ്ക്കൊക്കെ ഗൾഫിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും ഡൽഹിയിൽ നിന്നൊക്കെ വിളിച്ച് വരണ്ടെന്ന് വിചാരിച്ചായിരുന്നു. വരാൻ പോവുകയാണ്, ഞങ്ങളവിടെ ഉണ്ടാകും, നിങ്ങളുടെ കൂടെ അല്ലെങ്കിൽ പിന്നെ ആരുടെ കൂടെ നിൽക്കേണ്ടത് എന്നുള്ള ചോദ്യങ്ങളും. ഞാൻ വയനാട് ഉപതെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം 5% കുറയുമെന്ന് പറഞ്ഞത് സാധാരണ കണക്ക് വെച്ചിട്ട് പോലുമല്ല, അതിനും അപ്പുറത്തെ കാഴ്ചപ്പാടുള്ളത് കൊണ്ട് തന്നെയാണ്. 10% അവിടെ വോട്ട് കുറഞ്ഞു, എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ കൃത്യമായി ഞാൻ പറയുന്നു, എണ്ണത്തിൽ കൂടുതലുണ്ടാകും, ശതമാനം ഒട്ടും താഴുകയുമില്ല. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്നലെയും പ്രചരണം. ഞാൻ എൻ്റെ ശ്രദ്ധ എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും വേറൊന്നിലേക്കും മാറിപ്പോയിട്ടില്ല. എനിക്ക് 2 വോട്ടുണ്ടെന്ന് പറഞ്ഞ കള്ളന്മാരുടെ അടുത്ത് മാത്രമാണ് അത് തിരുത്താൻ വേണ്ടി ഞാൻ കുറച്ചു നേരം ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിലല്ലാതെ ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലും അവരുടെ അടുത്ത് എത്തുന്നതിലും മാത്രം ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. ആ ശ്രദ്ധ തന്നെയാണ് അവസാന ദിവസം അതും തെറ്റിക്കാൻ പറ്റില്ല. ആയിക്കോട്ടെ, ആവട്ടെ. പരാതി ആക്ഷേപങ്ങളല്ലേ, ആക്ഷേപം എന്നല്ലേ വാക്കുപയോഗിക്കുന്നുള്ളൂ. വസ്തുതകൾ എന്ന് പറയുന്നില്ലല്ലോ. നമ്മൾ കൊടുത്ത പരാതിൻ്റെ ഇലക്ഷൻ കമ്മീഷൻ വസ്തുതകൾ വെച്ചുകൊണ്ട്, അത് ആക്ഷേപമല്ല. ആക്ഷേപവും വസ്തുതയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അത് വാർത്തയിലാണെങ്കിൽ പോലും കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കണം. അതുകൊണ്ട് നമുക്കെതിരെ എന്ത് ആക്ഷേപവും ആരോപണവും പറയാം. നമ്മൾ കുറേ വസ്തുത അല്ല, അങ്ങനെ ഇരട്ട വോട്ടുള്ളവരാരും ഇത്തവണ പോളിംഗ് ബൂത്തിൽ എത്തില്ല എന്നുള്ളൊരു ആശ്വാസം കൂടിയുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ കാർക്കശ്യത്തോടുകൂടി അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അങ്ങനെ തെരഞ്ഞെടുപ്പ് ഒരു നിയമാവലി പോലെ തന്നെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ കള്ളത്തരത്തിൽ വോട്ട് തിരികെ കയറ്റിയ ഒരാൾ പോലും ധൈര്യപൂർവ്വം വന്നിപ്പോൾ വോട്ട് ചെയ്ത് എന്തായാലും പോകില്ല. കാരണം CPM-ന്റെ പരാതി 10 ദിവസം മുന്നേ ഉന്നയിച്ചതുകൊണ്ട് അത് വളരെ ലൈവായിട്ട് നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വോട്ടിലും അദ്ദേഹം മാന്യത പുലർത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാനത് ഇന്നലെ പറഞ്ഞതല്ലേ, 70,000-ൽ കുറയാത്ത മനുഷ്യർ വന്ന് വോട്ട് ചെയ്യും ഇടതുപക്ഷത്തിന് അനുകൂലമായി. ഈ കണക്ക് സത്യമാണ് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടിയെങ്കിലും മനസ്സിലായി തുടങ്ങേണ്ടതാണ്. അതുവരെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതെങ്ങനെയാണ് ഈ കണക്ക് എന്ന് വേണമെങ്കിൽ മനസ്സിലിട്ട് ആലോചിക്കാം. ഈ കണക്ക് വൈകുന്നേരം 6 മണി മുതലെങ്കിലും നിങ്ങൾക്ക് എറിയേണ്ടി വരും.